വേണ്ടെന്ന് വെച്ചിട്ടല്ല, കിട്ടിയാ പോവില്ലേ. അവാർഡ് കിട്ടിയ ബെസ്റ്റ് വൈറൽ സ്കിറ്റിനുള്ള അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തില്ല. സ്കിറ്റ് നല്ല രീതിയിൽ വിജയിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് സിനിമ ഒന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ പഠിത്തമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പറയുക. ഇത് എവിൻ, ഇത് കെവിൻ, എവിൻ കെവിൻ. വീണ്ടും പ്രവേശത്തിൽ തന്നെ ഇങ്ങനെ തുടർന്ന് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറച്ച ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഒന്നുകൂടെ. പക്ഷേ എന്തുവാണ് ഹാപ്പി ന്യൂ ഇയർ. പുതിയ സ്കിറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല, ഇറങ്ങാനുണ്ട് ഇനി. അല്ല, ഞങ്ങൾ കോട്ടയം. ഈ അവാർഡ് പഠിക്കാൻ വേണ്ടി വന്നത്. അമ്മയപ്പനും വന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഇല്ല. അവര് അങ്ങ് നിൽക്കുക. ഞങ്ങള് +1. കോട്ടയം തന്നെ. സിനിമയിലൊന്നും അങ്ങനെ അവസരം കിട്ടുന്നുണ്ടോ അതോ വേണ്ടെന്ന് വെച്ചിട്ടല്ല, കിട്ടിയാ പോവില്ലേ. അത് അവിടെ ചെല്ലുമ്പോൾ രാത്രി ഇരുന്ന് നോട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിരുന്ന് പഠിക്കും. സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അത് ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മുമ്പായിരുന്നപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ലായിരുന്നു, നോർമൽ ലൈഫായിരുന്നു. ഇപ്പോഴത്തെ എങ്ങനെയാണ്? പണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരേ കോസ്റ്റ്യൂം ഇടുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു, ഇരട്ടകളായതുകൊണ്ട്. ഇപ്പൊ പരിപാടി ചെയ്യുന്നുണ്ട് മറ്റവന്മാരല്ലേ എന്നൊക്കെയാണ്. പേരറിയത്തില്ല, മറ്റവന്മാരല്ലേ. അയ്യോ ഇല്ല, സന്തോഷമേ ഉള്ളൂ. മറ്റവന്മാരെന്തെങ്കിലും പറയുന്നല്ലേ. സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ടോ? പിന്നെ ന്യൂറൊക്കെ എങ്ങനെ അടിച്ചു പിടിച്ചായിരുന്നു? അത് വീട്ടിൽ തന്നെ ആയിരുന്നു? അയ്യോ, അടിച്ചു പിടിച്ചു. പള്ളിയിലായിരുന്നു. ക്രിസ്മസ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻ്റെ അല്ല, അവിടെ കണ്ടാവില്ല.